2021 വോട്ടെണ്ണലിന് മുമ്പ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരെ തീരുമാനിച്ച അത്രയും ആത്മവിശ്വാസം കോൺഗ്രസിന് ഇത്തവണയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. ഇടതുപക്ഷ ഭരണ തുടർച്ചയുടെ പുതിയ അധ്യായം ഇത്തവണ കേരളം രചിക്കും. കാസർഗോഡ് ഭാസ്കര കുമ്പള രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. RSSകാർ വെട്ടിക്കൊലപ്പെടുത്തിയ DYFI നേതാവ് ഭാസ്കര കുമ്പളയുടെ 29ാം രക്തസാക്ഷി ദിനത്തിൽ ജ്വലിക്കുന്ന രക്തസാക്ഷി സ്മരണ പുതുക്കി ആയിരങ്ങളാണ് കുമ്പളയിൽ ഒത്തുചേർന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിലും കർണാടകയിലും തെലങ്കാനയിലും പെൻഷനും ശമ്പളവും മുടങ്ങി. പെൻഷൻ മുടങ്ങണമെന്നും നിയമന നിരോധനം ഉണ്ടാകണമെന്നും വർഗീയ കലാപം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കാത്ത കേരളത്തിന് മുന്നിൽ ഇടതുപക്ഷമല്ലാതെ മറ്റൊരു വഴിയില്ല. തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിന് സമ്മാനിച്ചുകൊണ്ട് ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി. 2021 അനുഭവം അതാണെങ്കിൽ ഒരു സംശയവും വേണ്ട. 2026 മെയ് മാസം 4-ാം തീയതി ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ തുടർ ഭരണത്തിന്റെ പുതിയ ആവേശോജ്വലമായ ഒരു മുന്നേറ്റത്തിന്റെ വാർത്തയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വോട്ട് ചെയ്യുന്ന ജനങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം, ആ മാറ്റത്തെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചാൽ മറിച്ചൊരു ജനവിധിയുടെയും സാങ്കത്യം ഉയർന്നു വരുന്നതേയില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി കൂട്ടുചേരുന്ന കോൺഗ്രസിനെ കരുതിയിരിക്കണം. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ ചുമലിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചുമലിലുമാണ്. പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് വിലയിരുത്തപ്പെടുമെങ്കിലും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കൾ എന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വർഗീയത മറ്റൊരു വർഗീയതയ്ക്ക് വളമാണ്, പ്രോത്സാഹനമാണ്. ന്യൂനപക്ഷ വർഗീയതയാണ് RSS ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു അപകടമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെ വർഗീയവാദിയായ ഹിന്ദുവാക്കാനാണ് RSS ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? RSSനെതിരെ ദുർബലമായെങ്കിലും ഒരു വാക്ക് പറയുന്നതായി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ചരിത്രത്തിലെ കാലവും RSSുമായി സന്ധി ചെയ്തും കൂട്ടുചേർന്നും. കുമ്പള ഷേടിക്കാവിലെ സ്മൃതി മണ്ഡപത്തിൽ ബുധനാഴ്ച രാവിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പ്രഭാതപേരിയോടുകൂടി പതാക ഉയർത്തി. കുമ്പള ശാന്തിപ്പള്ളം കേന്ദ്രീകരിച്ച് നടന്ന വൈറ്റ് വളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും 100 കണക്കിന് പേർ അണിനിരന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.